ശരി, ഞാൻ രാകേഷിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ഏറ്റവും എംഎയുടെ വാർത്താ സമ്മേളനം നടത്തും എന്നറിയിക്കുമ്പോൾ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് പാകിസ്ഥാൻ പിടിയിലുള്ള സൈനികരെ സംബന്ധിച്ചുള്ള വിവരങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എം ഉണ്ണികൃഷ്ണൻ ലഭിച്ചിട്ടുണ്ട്. ഉണ്ണി, 2 പേർ കസ്റ്റഡിയിലുണ്ട് എന്നതാണ് പാകിസ്ഥാന്റെ അവകാശവാദം. ഇന്ത്യ അനൌദ്യോഗികമായി ഇക്കാര്യം നിഷേധിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ കൂടുതൽ അത് സംബന്ധിച്ച് ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? അതായത് പാകിസ്ഥാൻ രാവിലെ മുതൽ തന്നെ അവകാശപ്പെടുന്നത് 2 ഇന്ത്യൻ പൈലറ്റുമാർ പാകിസ്ഥാന്റെ കസ്റ്റഡിയിൽ ഉണ്ട് എന്നുള്ളതാണ്. അതിൽ പരിക്കേറ്റ ഒരു പൈലറ്റിനെ പാകിസ്ഥാനിലെ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോയിരുന്നു. അപ്പോൾ ചില വീഡിയോകൾ വലിയ സമൂഹ മാധ്യമങ്ങളിലും പാക് മാധ്യമങ്ങളിലും ഒക്കെ പ്രചരിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ പേര് എന്ന് ഇതിനകം പുറത്തു വന്നിട്ടുള്ളത് അഭിനന്ദൻ വർദ്ധമാൻ എന്നാണ്. മിഗ് 21 ബൈസൺ പൈലറ്റ് എന്ന മട്ടിലുള്ള രേഖകളും പാകിസ്ഥാൻ പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ വ്യോമസേന പറഞ്ഞിരുന്നത് അങ്ങനെ ഇന്ത്യയുടെ പക്കലുള്ള പൈലറ്റുമാരോ വിമാനങ്ങളോ ഒന്നും പാകിസ്ഥാന്റെ കസ്റ്റഡിയിൽ ഇല്ല എന്നായിരുന്നു. പാകിസ്ഥാന്റെ ഈ അവകാശവാദങ്ങൾ പരിശോധിക്കുകയാണ്. അതിൽ വിദേശകാര്യ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിൽ പ്രതികരണം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇനിയിപ്പോൾ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ആ വാർത്താ സമ്മേളനത്തിനായി അവശേഷിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഇക്കാര്യം സ്ഥിരീകരിക്കാൻ തയ്യാറാകുമോ? അങ്ങനെ പാകിസ്ഥാന്റെ കസ്റ്റഡിയിൽ ഇന്ത്യൻ പൈലറ്റുമാർ പെട്ടിട്ടുണ്ടോ എന്ന കാര്യമാണ് അറിയേണ്ടത്. പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഇതിനകം അനൌദ്യോഗികമായി വാർത്താ ഏജൻസിയായ ANA അടക്കം നൽകിയിരിക്കുന്നത് ഇന്ത്യയുടെ മിഗ് 21 വിമാനത്തിലെ ബൈസൺ പൈലറ്റായ അഭിനന്ദൻ വർദ്ധമാൻ അദ്ദേഹം ഇന്ന് സർവീസിൽ പോയതിനു ശേഷം ഇതുവരെയും മറ്റ് വിവരങ്ങൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. പുറത്തു വന്നിരിക്കുന്ന വീഡിയോയും മറ്റു രേഖകളും ഇതേ പൈലറ്റിന്റേതാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. അതിനുശേഷമായിരിക്കും ഇന്ത്യയുടെ ഇക്കാര്യത്തിലുള്ള ഔദ്യോഗികമായ ഒരു പ്രതികരണം ഈ വാർത്താ സമ്മേളനത്തിൽ നടത്താൻ പോകുന്നത്. അത് ഇതിനകം തന്നെ സ്ഥിരീകരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടാകും. അങ്ങനെ ഇന്ത്യൻ പൈലറ്റ് പാകിസ്ഥാന്റെ പിടിയിലായിട്ടുണ്ടെങ്കിൽ അതിൽ എന്ത് തുടർ നടപടിയാണ് ഉദ്ദേശിക്കുന്നതെന്നും അറിയേണ്ടിയിരിക്കുന്നു. നേരത്തെ കാർഗിൽ യുദ്ധസമയത്ത് ഒരു ഇന്ത്യൻ ജവാൻ പാകിസ്ഥാന്റെ പിടിയിലായിരുന്നു. പിന്നീട് 8 ആഴ്ചയ്ക്ക് ശേഷമാണ് ആ ജവാനെ വിട്ടയക്കുന്നതിനുള്ള നടപടികൾ പാകിസ്ഥാൻ സ്വീകരിച്ചിരുന്നത്. ആ രീതിയിലുള്ള ഒരു സങ്കീർണമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ എങ്ങനെ ഇന്ത്യ അതിനെ നേരിടുമെന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെ പാകിസ്ഥാന് ഏത് തലത്തിൽ മറുപടി നൽകും? നയതന്ത്ര തലത്തിലാണോ സൈനിക തലത്തിലാണോ തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതെല്ലാം വ്യക്തമാകുന്നതിനായി ഇന്ത്യയുടെ ഔദ്യോഗിക പ്രതികരണം